എല്ലാവർക്കും നമസ്കാരം. ജേർണി വിത്ത് ജിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാല്യകാലത്ത് നമ്മൾ കേട്ട പല നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നമ്മള് ബാല്യകാലത്ത് പല നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നീ എത്ര ട്രൈ ചെയ്താലും നീ ഫെയിലിയർ ആകും എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിരിക്കാം. എന്നാൽ നമ്മുടെ ബ്രെയിനിൽ അത് ഫാക്റ്റ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് അത് വലുതാകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ കുഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് കേൾക്കുന്ന ആ കുട്ടി വലുതായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ ഒരുപാട് സെൽഫ് ഡൗട്ട് ആണ്, മറ്റുള്ള കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ മുതിർന്ന വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരികയും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. കാരണം ആ ബ്രെയിനിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കേട്ട ആ കാര്യങ്ങൾ ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സയന്റിഫിക് ആയിട്ട് പറയുന്നത് ബ്രെയിനില് നമ്മൾ കേട്ട എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ബ്രെയിൻ അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. പലപ്പോഴും നമ്മൾക്കത് യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. സിറ്റുവേഷൻ വരുമ്പോൾ ബ്രെയിൻ അത് എടുത്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് കൊണ്ടുവരും. എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുക. അതായത് ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും പഠിക്കണമോ എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചെറുപ്പകാലത്ത് നിനക്ക് അതിനെ പറ്റത്തില്ല എന്ന സെന്റൻസ് ആണ് കേട്ടതെങ്കിൽ ആ കുട്ടി വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് എന്താണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്താലും പറ്റുകയില്ല. അപ്പൊ അവിടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഇൻഫർമേഷൻ എന്താണ്, എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പോ ആ ഒരു ബിസിനസ്സില് അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം എടുക്കണം, പുതിയൊരു തീരുമാനം എടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് വളരെ സെൽഫ് ഡൗട്ട് ഉണ്ടാവുകയും ഒരുപാട് ഓവർ തിങ്കിങ്, നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ബ്രെയിൻ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ബ്രെയിൻ ഒരിക്കലും നമ്മളെ മറ്റൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അപകടകാരിയായ സിറ്റുവേഷനിലേക്ക് വിടുകയില്ല. അപ്പം ആ മുതിർന്ന വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ ആ പാറ്റേൺ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുകയും ഇല്ല, ഈ വ്യക്തി തീരുമാനം എടുത്താൽ ആ വ്യക്തി ഒരു ഡേഞ്ചർ സോണിലേക്കാണ് പോകുന്നതെന്ന് ആ ബ്രെയിൻ മുന്നറിയിപ്പ് കൊടുക്കും. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇവിടെ നെഗറ്റീവായിട്ട് ചിന്തകൾ വരികയും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത്. അതുപോലെ ബാല്യകാലത്ത് നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാചകമാണ്, നിനക്ക് നിന്റെ ചേച്ചിയെ പോലെയോ ചേട്ടനെ പോലെയോ ഫ്രണ്ട്സിനെ പോലെയോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഇന്ന വ്യക്തിയെ പോലെയോ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ഒരു കഴിവുമില്ല, നീ സ്മാർട്ട് അല്ല അവരെ പോലെ എന്നൊക്കെ. അപ്പൊ ഈ കുഞ്ഞിന്റെ മനസ്സിൽ വരുന്ന ഫാക്ട് എന്ന് പറഞ്ഞാല്, നിനക്ക് കഴിവില്ല, നീ മറ്റുള്ളവരെ പോലെ സ്മാർട്ട് അല്ല എന്നുള്ള ഒരു ചിന്തയാണ്. ഇങ്ങനെ ബ്രെയിൻ അത് കേൾക്കുമ്പോഴെല്ലാം ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് ഒരുപാട് അപകർഷതാ ബോധം ഉണ്ടാവുന്നു. ഇനി അപകർഷതാ ബോധം ഉണ്ടാവുമ്പോൾ അവർക്ക് ലൈഫ് പാർട്ട്ണറുമായിട്ട് ഒത്തുപോകാൻ അല്ലെങ്കിൽ മറ്റുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ ഡേ ടു ഡേ അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഭയം തോന്നുന്നു, തനിക്ക് കഴിവുണ്ടോ, താൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു കമ്പാരിസൺ മെന്റാലിറ്റി അവിടെ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് തന്റെ ജോബിലോ അല്ലെങ്കിൽ തന്റെ ബിസിനസ്സിലോ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുപോലെ ഇത് അവരുടെ എല്ലാ റിലേഷൻഷിപ്പിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട്. ബാല്യകാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പല നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ തുടർച്ചയായിട്ട് കേട്ടിട്ടുണ്ടാവാം. അത് ആ കുഞ്ഞു മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഒരു ഫാക്ട് ആയിട്ട് മാറും. പിൽക്കാലത്ത് മുതിർന്ന വ്യക്തിയായി കഴിയുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ സക്സസിലേക്ക് എത്താതിരിക്കാൻ ബ്ലോക്ക് ചെയ്യും.
നമ്മുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കും. നമ്മൾ വിചാരിക്കും ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും നമുക്ക് ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്നൊരു മോചനം ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് അത് ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാറ്റേണിനെ അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഹീലിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വന്ന കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂബിൾ കമന്റുകൾ ഇടുക. അപ്പം ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹീലിംഗ് മെത്തേഡാണ്. അതിനായിട്ട് നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മനസ്സ് കാമാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു 3-4 തവണ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം ഉള്ളിലേക്ക് വിടുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്താണ് ഇപ്പോഴുള്ള നിങ്ങളുടെ പാറ്റേൺ? നിങ്ങളുടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് എന്നോടൊപ്പം ഇങ്ങനെ പറയാം: ഞാൻ എന്റെ ആ നെഗറ്റീവ് ചിന്ത എന്താണെന്ന് വെച്ചാൽ അത് പറയുക. ആ ചിന്തയെ പൂർണ്ണമായിട്ടും ഇപ്പോൾ റിലീസ് ചെയ്യും. ആ വ്യക്തിയല്ല ഞാനിപ്പോൾ. ഞാൻ വളർന്നിരിക്കുന്നു. ബാല്യകാലത്ത് ഞാൻ കേട്ട നെഗറ്റീവ് പാറ്റേൺ എന്നെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ മുതിർന്ന വ്യക്തിയാണ്. എന്റെ ബ്രെയിൻ ഡെവലപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്നെ സംരക്ഷിക്കുവാൻ പറ്റും. ഞാൻ ഇപ്പോൾ ആ ചിന്തയെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുമ്പോൾ പൂർണ്ണ സുരക്ഷിതത്വത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും നല്ല ഡിസിഷൻ എന്റെ ജീവിതത്തിൽ എടുക്കുവാനും എനിക്ക് കഴിയും. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ സെന്റൻസ് പറയുക. ഇങ്ങനെ ആ ചിന്തകൾ നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ചെയ്യുന്ന ഈ പ്രാക്ടീസ്, ഈ പറഞ്ഞ സെന്റൻസുകൾ നിങ്ങൾക്ക് ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് അതിനുശേഷം ഒരു 21 ദിവസം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. കാരണം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം കേട്ട് അതുപോലെ അത് റിലീസ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അത് പറയുകയും ചെയ്യണം. അപ്പൊ എല്ലാവരും ഈ ഹീലിംഗ് മെത്തേഡ് ചെയ്ത് നോക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺ.